അവിൽ വിളയിച്ചത് കഴിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? വൈകുന്നേരത്തെ ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കൂട്ടാട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണേ. അപ്പോൾ ഇത് അതിനായിട്ട് സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എള്ളിടുന്നുണ്ട്. എള്ള് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട് കേട്ടോ. ഈ നട്ട്സൊക്കെ നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ എള്ളും നട്ട്സൊക്കെ കൂടെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇതിൽ നെയ്യ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എനിക്കിതിൽ കുറച്ച് നെയ്യ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇടുന്നുണ്ട്. കിസ്മിസ് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ശർക്കര എടുത്ത് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ടേ. അപ്പോൾ ഈ ശർക്കര പാനി നമ്മൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവട്ടെ കേട്ടോ. തേങ്ങ ഇതിലേക്ക് ആവശ്യമാണ്. പിന്നെ ഇതിലിടാനുള്ള അവിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചതാണ്. അവിൽ വറുത്തിട്ട് ചേർക്കുന്നതാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതൊന്ന് ശർക്കര പാനി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ഓക്കെ, ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ആ ശർക്കര പാനി ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അവിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നെയ്യും തേങ്ങയും എള്ളും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലാണേ. പിന്നെ ശർക്കരേൻ്റെ എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് അവിലാണ് ഇടുന്നത്. വറുത്ത് വെച്ചിട്ടുള്ള അവിലാട്ടോ അത്. അവിൽ മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ആ ശർക്കര പാനി അവിലിൽ മൊത്തം ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് മാറി ശർക്കരയുടെ കളറൊക്കെ അവിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനിയുടെ ആ നല്ല ബ്രൗൺ കളറൊക്കെ അവിൽ മൊത്തം പിടിച്ച് മൊത്തത്തിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് അവിൽ വിളയിച്ചത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിതാ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് ഇതൊരു ഇലയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.